നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതിയും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. സഹോദരരെ, ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന നീയെ അനുഗ്രഹിക്കപ്പെട്ട മകനായി അല്ലെ മകളായി തീരുകയാണ് എന്ന് പറയുകയാണ്. നഗരത്തിലാണോ നിനക്ക് ജോലി? വയലിലാണോ? കൃഷിയാണോ നിൻ്റെ ജോലി? എവിടെ തന്നെയാണെങ്കിലും നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് പറയുകയാണ്, നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളും നീ അനുഗ്രഹീതനായിരിക്കുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ഈ വചനം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വചനം കേട്ട് അനുഗ്രഹീതരാവുക. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു 10 പേർക്ക് നിങ്ങൾ തയ്ച്ചു കൊടുക്കുക. സാധിക്കുമെങ്കിൽ അതിൽ കൂടുതൽ 10 പേർക്ക് മിനിമം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മളൊരാളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ആ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഒരാഗ്രഹത്തോടെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകിയിരിക്കും. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നന്മ അത് അർഹതപ്പെട്ടവന് നിഷേധിക്കരുത്. 10 പേരിലേക്ക് നീ ഈ വചനം അയക്കുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തി തിരിച്ചു വന്നാൽ അവിടെ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.